കൊലക്കത്തിയുമായി ബോംബെയിൽ നിന്നെത്തിയവൻ. സ്റ്റീഫനും സ്റ്റീഫന്റെ അച്ചായനും സിസ്റ്റർ അമലയെ വകവരുത്താൻ മഠത്തിലെത്തിയ ദിവസം അതേ ദൗത്യത്തിനായി കാർലോസ് അവിടെ എത്തിയിരുന്നു. ഒരു ജീവൻ ഒടുക്കാൻ 2 വഴിക്ക് 3 കൊലയാളികൾ. ഇനി പറയണം, അന്ന് രാത്രി നീ അവിടെ ആരെയൊക്കെയാണ് കണ്ടത്? സ്റ്റീഫൻ. പറയണം കാർലോസ്, ഈ ഇരിക്കുന്നതിൽ ആരാണ് സ്റ്റീഫന്റെ അച്ചായൻ? ഇവൻ പറയില്ലെന്ന്. തൂക്കുകയർ കഴുത്തിൽ മുറുകുമ്പോഴും ഇവൻ ആ പേര് പറയില്ല. അതാണ് ഇവനും സ്റ്റീഫന്റെ അച്ചായനും തമ്മിലുള്ള ഉടമ്പടി. മലയോര നസ്രാണികൾക്ക് വേണ്ടി ഏത് നരകത്തിലും കയറി ചെന്ന് 10 കൈയും കൊണ്ട് പടവെട്ടി വാളും കീർത്തിമുദ്രകളും നെഞ്ചത്ത് ചാർത്തി കിട്ടിയ പഴയ ഒരു ഏലക്കാക്കള്ളനാകാം സ്റ്റീഫന്റെ അച്ചായൻ. നിധി കാക്കും ഭൂതത്തെ പോലെ രൂപതാ ഖജനാവിന്റെ മുകളിൽ കയറി ചതഞ്ഞിരുന്ന് ചോരക്കുതിയന്മാരായ രക്തരക്ഷസുകളെ മനസ്സുകൊണ്ട് ആരാധിക്കുന്നവരുടെ കയ്യിലും ചോരക്കറ പുരണ്ടിട്ടുണ്ടാവാം. അരമന കോടതിയിലെ തലയാട്ടി വക്കീലിനെയും സംശയിക്കാം. തന്റെ രാഷ്ട്രീയ ശത്രുവിനെ എന്നും ഒരു വേട്ടനായുടെ വീറോടെ പിന്തുടർന്നിട്ടുള്ള വെളുത്ത് ചുവന്നു തുടുത്ത രാഷ്ട്രീയ പുണ്യാളനുമാണ്. അന്ന് രാത്രി നീ അവിടെ ആരെയാണ് കണ്ടത്? പറയടാ. ഞാൻ പറയാം.